ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ആപ്പിൾ പൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനതൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് ചെയ്യാനായിട്ട് ബീറ്ററൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റാവുന്നവരെ നല്ല രീതിയിൽ വിസ്ക് വെച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ഇത് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡിൽ തന്നെ ഇത് നിങ്ങൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മെൽറ്റായിട്ടുള്ള ബട്ടർ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ ബട്ടർ കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് മൈദ വേണം. അപ്പോൾ 1 കപ്പ് മൈദ മെഷർ ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും പകുതിയാണ് ഞാൻ ആദ്യം ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പകുതി 1 കപ്പ് മൈദയിൽ നിന്നും ആദ്യത്തെ പകുതി നമ്മൾ നല്ല രീതിയിൽ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പകുതി കപ്പ് മൈദയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടി നമുക്കതിനെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുന്നത് ഒന്നും കൂടി നമ്മുടെ ആപ്പിൾ പൈ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയാണല്ലോ നമ്മൾ അരിച്ചെടുക്കാറ് 3 വട്ടം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് 1 വട്ടം തന്നെ അരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ ഫ്ലോറിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബാറ്റർ കണ്ടാൽ മനസ്സിലാവും ഇതിൽ ചെറിയ കട്ട പോലെയുണ്ട്. മൈദയുടെ കട്ടയാണത്. അപ്പോൾ അത് നമുക്ക് പോകാനായിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫോർക്ക് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇത് ഏകദേശം ഹാഫായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് നമുക്ക് വേണ്ടതാണ് ഒരാപ്പിൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആപ്പിളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഫ്രഷ് ആപ്പിൾ ആകുമ്പോഴാണ് അത് ബേക്കായി വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആപ്പിൾ ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സൈസിലാണ് ഇതിനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞത് ബാറ്ററിലേക്ക് മുഴുവനായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ ആപ്പിളിനെ നമുക്ക് ബാറ്ററിനെ കൂടി മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ വാനില എസൻസ്. അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്നും കൂടി അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിന് വേണ്ടതെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഫുള്ള് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനാണിത്. അതിനുള്ളൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുന്നുണ്ട്. അത് നമുക്കിതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് പ്രീ ഹീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഇത് ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള ആപ്പിൾ പൈ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബേക്ക് ചെയ്യാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഇതുപോലത്തെ ലിഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു പേപ്പർ, ബട്ടർ പേപ്പർ എന്തെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ എയർ അതിൽ നിന്ന് പാസ് ചെയ്യാണ്ട് എളുപ്പം ബേക്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് 30 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൾ പൈ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കുന്നതാണ്. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പൈ ഇതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇത് നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ആപ്പിളും കൂടിയും ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.